ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ജസ് ക്രിയേറ്റീവ് വേൾഡ്. ഇന്നത്തെ വീഡിയോ ഒരു ഹെയർ ഓയിലിനെ പറ്റിയിട്ടുള്ളതാണ്. ഇതിനു മുന്നേ ഞാനൊരു ഹെയർ ഓയിൽ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് നല്ല റെസ്പോൺസാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഒരുപാട് പേര് അത് യൂസ് ചെയ്തിട്ട് നല്ല പോലെ മുടി വളർന്നു, മുടി കൊഴിച്ചൽ മാറി, മുടിയുടെ തിക്നെസ് കൂടി എന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം. അത് ക്ലിക്ക് ചെയ്ത് കണ്ടാൽ മതി. അതിനകത്ത് നമ്മൾ ഒരുപാട് ചേരുവകൾ ചേർത്തിട്ടുണ്ടായിരുന്നില്ല. ഇതിനകത്ത് നമ്മൾ കുറച്ചും കൂടെ ചേരുവകൾ ചേർക്കുന്നുണ്ട്. അതായത് നല്ല കറുത്ത ഇടതൂർന്ന മുടി വരാൻ വേണ്ടിയിട്ടാണ് കുറച്ചും കൂടെ ചേരുവകൾ ആഡ് ചെയ്തിട്ടുള്ളത്. ഇന്നത്തെ കാലത്ത് ഒരുപാട് പേർക്കുള്ള പ്രശ്നങ്ങളാണ് അകാല നര, മുടിക്ക് തീരെ ഉള്ളില്ലായ്മ, മുടി കൊഴിച്ചൽ, ചെറിയ കുട്ടികൾക്ക് വരെ മുടി നരയ്ക്കുന്നു. അപ്പം അതിനൊക്കെ വേണ്ടിയിട്ടുള്ള പരിഹാരമാണ് ഈ എണ്ണ. പിന്നെ എണ്ണ കാച്ചുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, അതും കൂടെ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് നോക്കാം ഹെൽത്തി ആയിട്ടുള്ള ഈ എണ്ണ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത്. അതിനായിട്ട് ആദ്യമേ തന്നെ വേണ്ടത് കറിവേപ്പിലയാണ്. കറിവേപ്പില നമ്മൾ പൊട്ടിക്കുമ്പോൾ എപ്പോഴും തണ്ടോട് കൂടിയിട്ട് വേണം പൊട്ടിക്കാനായിട്ട്. അപ്പോഴാണിത് പെട്ടെന്ന് തന്നെ വളരുക. കഴിഞ്ഞ വീഡിയോയിൽ ഒരുപാട് പേര് ചോദിച്ചിരുന്നു കറിവേപ്പിലേക്ക് എന്തെങ്കിലും വളം ഇട്ട് കൊടുക്കുന്നുണ്ടോയെന്ന്. ഞാനിവിടെ കിച്ചൺ വേസ്റ്റ് മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ, വേറെ പ്രത്യേകിച്ച് വളമൊന്നും ഇതിന് ഇട്ട് കൊടുക്കുന്നില്ല. പുറത്തുനിന്ന് വാങ്ങിക്കുന്ന കറിവേപ്പിലയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിനകത്ത് ചിലപ്പം പെസ്റ്റിസൈഡ്സ് ഒക്കെ അടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അത് നന്നായി കഴുകിയതിന് ശേഷം മാത്രം എടുക്കുക. ഞാനിവിടെ ഇപ്പം വീട്ടിലുള്ള കറിവേപ്പിലയാണ് എടുക്കുന്നത്. ഇത് നമ്മൾക്ക് ഒരു പിടി മാത്രമാണ് വേണ്ടത്. എന്നാൽ പോലും നമ്മളിത് തണ്ട് ഒടിച്ചിട്ട് വേണം എടുക്കാനായിട്ട്. അപ്പോഴാണ് പുതിയ കറിവേപ്പില പെട്ടെന്ന് തന്നെ വളരുക. നമ്മളിത് ഒടിക്കുന്ന സ്ഥലത്തു നിന്നൊക്കെ വീണ്ടും കുറേ ബ്രാഞ്ചസ് ഒരുമിച്ച് വരും. കറിവേപ്പിലയ്ക്കകത്ത് വൈറ്റമിൻ ബി, പ്രോട്ടീൻ, വൈറ്റമിൻ സി, ആൻറ്റി ഓക്സിഡൻസ് ഇതെല്ലാം അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മളുടെ സ്കാൽപ്പിലത്തെ ബ്ലഡ് വെസൽസിനൊക്കെ വളരെ നല്ലതാണ്. അതുകൊണ്ട് കൂടുതൽ ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവാനും നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്കാൽപ്പും നല്ല കട്ടിയുള്ള കറുത്ത മുടി വളരാനും ഇത് സഹായിക്കും. 250 ml ഒരു കപ്പ് എണ്ണ കാച്ചാനായിട്ട് ഒരു പിടി കറിവേപ്പില മാത്രം മതി. അപ്പം അതിനാവശ്യമായിട്ടുള്ളത് മാത്രം നിങ്ങൾ എടുത്താൽ മതി. ഇനി കറിവേപ്പിലെല്ലാം പൊട്ടിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക. ഇതിനകത്ത് ചിലപ്പോൾ വല്ല പ്രാണികളോ പൊടിയോ ഒക്കെ ഉണ്ടായിരിക്കും. അതുകൊണ്ട് 3 പ്രാവശ്യം ഞാൻ കഴുകിയെടുക്കുന്നുണ്ട്. വാങ്ങിക്കുന്ന കറിവേപ്പിലയാണെങ്കിൽ കുറച്ചും കൂടെ അധികം പ്രാവശ്യം കഴുകിയെടുക്കുക. നമ്മൾ കഴുകുന്ന വെള്ളമൊക്കെ ഈ ചെടിക്ക് തന്നെ ഒഴിച്ചാൽ മതി. നന്നായി കഴുകിയതിന് ശേഷം ഇതേപോലെ ഒരു തുണി വിരിച്ച് അതിനകത്തേക്ക് ഇല മാത്രമായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ കഴുകിയ ആ വെള്ളമൊന്ന് പോയിട്ട് വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട്. ഇനി നമ്മൾക്ക് വേണ്ടത് ചെമ്പരത്തിയുടെ ഇലയാണ്. ചെമ്പരത്തിയുടെ ഇലയും ഒരു പിടി തന്നെയാണ് നമ്മൾക്ക് ആവശ്യമുള്ളത്. അതുകൊണ്ട് അത്ര മാത്രം പറിച്ചെടുത്താൽ മതി. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഇല നോക്കി പറിച്ചെടുക്കുക. ചെമ്പരത്തിയുടെ ഇല നമ്മളുടെ ഹെയർ ഫോളിക്കിളിന് നല്ല ബലം കൊടുക്കാൻ സഹായിക്കും. അതുമാത്രമല്ല സ്കാൽപ്പിൽ ചൊറിച്ചിൽ, താരൻ ഇതൊക്കെ ഉള്ളവർക്കാണെങ്കിൽ അത് മാറാനും ഇത് സഹായിക്കും. ഇതിൻ്റെ കൂടെ ചെമ്പരത്തിയുടെ പൂവ് വേണമെങ്കിൽ അതും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇതും നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക. ഈ ഇലകളിലൊക്കെ പൊടി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ നന്നായിട്ട് കഴുകിയെടുക്കുന്നത്. ഇനി ഇതും നമ്മൾ നേരത്തെ വിരിച്ച ടവലിൽ വെള്ളം പോവാനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾക്ക് വേണ്ടത് കറ്റാർവാഴയാണ്. കറ്റാർവാഴയും മുടിക്ക് ഒരുപാട് നല്ലതാണ്. ഇതിനകത്തും വൈറ്റമിൻ എ, വൈറ്റമിൻ സി, വൈറ്റമിൻ ഇ ഇതെല്ലാം അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മളുടെ മുടിക്ക് നല്ല തിളക്കം കൊടുക്കും. പിന്നെ ഹെൽത്തി സെൽ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യും. പിന്നെ ഇതിനകത്ത് വൈറ്റമിൻ B12ഉം ഫോളിക് ആസിഡും ഉണ്ട്. ഇത് മുടി കൊഴിച്ചൽ തടയാനും സഹായിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കറ്റാർവാഴയും നമ്മൾക്ക് അരിഞ്ഞതിന് ശേഷം ഒരു പിടി മാത്രം മതി. അപ്പം അതനുസരിച്ചിട്ട് നിങ്ങൾ എടുത്താൽ മതി. ഒരുപാട് വലിയ കറ്റാർവാഴയാണെങ്കിൽ ഒരെണ്ണം മാത്രം എടുത്താൽ മതി. കറ്റാർവാഴയിൽ എപ്പോഴും കറയുണ്ടായിരിക്കും. അതുകൊണ്ട് ഇത് കഴുകി കൊടുത്തതിന് ശേഷം കുറച്ച് നേരം കറ പോകാനായിട്ട് വെക്കുന്നുണ്ട്. എന്നിട്ട് മാത്രം നമ്മൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഇപ്പം കുറച്ച് സമയമായിട്ടുണ്ട്. ഇതിൻ്റെ കറയൊക്കെ നല്ലപോലെ പോയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് കറ്റാർവാഴ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. ഇതിൻ്റെ 2 സൈഡിലും മുള്ളു പോലത്തെ ഭാഗം ഉണ്ടായിരിക്കും. അത് അരിഞ്ഞ് മാറ്റിയതിന് ശേഷം ഇതിൻ്റെ തുമ്പും കൂടെ അരിഞ്ഞു കളയുക. എന്നിട്ട് നമ്മൾക്ക് ചെറുതാക്കി അരിഞ്ഞെടുക്കാം. ഒരു പിടി മാത്രമേ നമ്മൾക്ക് ആവശ്യമുള്ളൂ. അപ്പം അത്രയും മാത്രം എടുത്താൽ മതി. അപ്പം ചെമ്പരത്തിയുടെ ഇലയും കറിവേപ്പിലയും കറ്റാർവാഴയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി മിക്സിയുടെ വലിയ ജാർ എടുക്കുക. അതിനകത്തേക്ക് നമ്മൾ ആദ്യം തന്നെ ഈ ഇലകൾ ഓരോ പിടി ഇട്ട് കൊടുക്കുക. വലിയ ജാർ തന്നെ എടുക്കുകയാണ് നല്ലത്. കാരണം അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ കൊള്ളത്തില്ല. അലോവര അരിഞ്ഞത് ഒരു പിടി ഇട്ട് കൊടുത്തു കഴിഞ്ഞു. അതേപോലെ തന്നെ കറിവേപ്പില ഒരു പിടി ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മളുടെ ചെമ്പരത്തിയുടെ ഇലയും ഒരു പിടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് നെല്ലിക്കയുടെ പൗഡറാണ്. അതായത് ആംല പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിനകത്ത് വൈറ്റമിൻ സിയും അയേണും ഒക്കെ നല്ല പോലെ അടങ്ങിയിട്ടുണ്ട്. ഇത് ഹെയർ ഗ്രോത്തിനെ നന്നായി കൂട്ടും. അകാല നര തടയുന്നതിനും ഇതിന് പ്രത്യേക കഴിവുണ്ട്. ചിലർക്കൊക്കെ മുടിയുടെ അറ്റം പൊട്ടിപ്പോകുന്നവരുണ്ടായിരിക്കും. അതിനൊക്കെയും ഇത് നല്ലതാണ്. നല്ല ക്വാളിറ്റി ആംല പൗഡർ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആംല പൗഡർ ഇല്ലെങ്കിൽ നെല്ലിക്ക ഉണക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പീസസ് ചെറുതാക്കി എരിഞ്ഞിട്ട് ഇട്ട് കൊടുത്താലും മതി. ഇനി വേണ്ടത് ചെറിയ ഉള്ളിയാണ്. ചെറിയ ഉള്ളി ഒരുപാട് ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണ്. ഇതിനകത്ത് ഹൈ സൾഫർ കണ്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ പുതിയ മുടി വളരാനും അതുപോലെ തന്നെ മുടിയുടെ തിക്നെസ് കൂടാനും ഇത് ഒത്തിരി സഹായിക്കും. ഇത് 6 എണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇട്ട് കൊടുക്കുന്നത് കരിഞ്ജീരകമാണ്.
ഇതും ഒരുപാട് നല്ലതാണ്. ഇതിനകത്ത് ഒരുപാട് ഫാറ്റി ആസിഡ്സ്, ന്യൂട്രിയൻസ്, മിനറൽസ് ഇതൊക്കെ അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മളുടെ ഹെയർ ഗ്രോത്തിനെ കൂട്ടും. പിന്നെ നമ്മളുടെ ഹെയർ ഫോളിക്കിളിൻ്റെ ഹെൽത്തിനും ഇമ്പ്രൂവ് ചെയ്യും. നമ്മളിത് എണ്ണയിലാണ് അരച്ചെടുക്കുന്നത്. അതിനായിട്ട് വെളിച്ചെണ്ണ അല്ലെങ്കിൽ കടുകെണ്ണ ഒഴിച്ചു കൊടുക്കാം. 250 ml ഒരു കപ്പാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇട്ട് കൊടുക്കുന്നത് കാപ്പിപ്പൊടിയാണ്. 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഇട്ട് കൊടുക്കുന്നത് നമ്മളുടെ നരച്ച മുടിനെ കറുപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ചെറിയ കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇത് ഇടണമെന്നില്ല. നരച്ച മുടിയുള്ളവരാണെങ്കിൽ കാപ്പിപ്പൊടി യൂസ് ചെയ്യാം. ഇനി ഇട്ട് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ ഹെന്ന പൗഡറാണ്, അതായത് മൈലാഞ്ചിയുടെ പൊടി. ഇത് നമ്മളുടെ നരച്ച മുടിനെ കറുപ്പിക്കാനും നല്ല പോലെ മുടി വളരാനും സഹായിക്കുന്നു. ഇനി ഹെന്ന പൗഡർ ഇല്ലെങ്കിൽ മൈലാഞ്ചിയുടെ ഇല കഴുകിയതിന് ശേഷം നമ്മൾ നേരത്തെ കറിവേപ്പില എടുത്ത പോലെ 1 പിടി എടുത്താലും മതി. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അതിനുശേഷം ഒരു ഇരുമ്പിൻ്റെ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മൾ അരച്ചതാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ എണ്ണയൊക്കെ ഓൾറെഡി ഇതിനകത്ത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇനി വേറെ എണ്ണയൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ആദ്യമേ തന്നെ ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇരുമ്പിൻ്റെ ചട്ടി ആയതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് ചൂടാവും, എണ്ണ തിളയ്ക്കാനും തുടങ്ങും. ഇനി എണ്ണ മൂത്ത് പാകമായോ എന്നറിയാനായിട്ട് കുറച്ച് കറിവേപ്പില മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നല്ലപോലെ മുരിഞ്ഞു വരും, അതാണ് ഇതിൻ്റെ പാകം. ഇനി ഇതിന് പകരം വെറ്റിലയോ അല്ലെങ്കിൽ കുരുമുളകിൻ്റെ ഇലയോ ഇട്ട് കൊടുക്കാം. അത് നമ്മളുടെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞു തന്നതാണ്. എണ്ണ പാകമായി മൂത്ത് വരുമ്പോൾ അത് പപ്പടം പോലെ പൊങ്ങി വരും എന്നാണ് പറഞ്ഞത്. ഇനി അതുമല്ല എങ്കിൽ അരിമണി ഇട്ട് കൊടുത്താലും മതി. ഇനി ഇട്ട് കൊടുക്കുന്നത് 4 or 5 കുരുമുളകാണ്. കുരുമുളക് ഇട്ട് കൊടുക്കുന്നതിന് 2 കാരണങ്ങളുണ്ട്. ഒന്ന്, എണ്ണ പെട്ടെന്ന് ചീത്തയാവത്തില്ല. രണ്ടാമത്തതായിട്ട് നമ്മൾക്ക് കോൾഡ് ഒന്നും വരത്തില്ല. 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളുടെ എണ്ണയുടെ കളറൊക്കെ ചെറുതായി മാറി വരുന്നുണ്ട്. എണ്ണ കാച്ചുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന ഒരു കാര്യം ഇതിൻ്റെ മൂപ്പാണ്. ഇതൊരുപാട് കരിഞ്ഞു പോകരുത്. കരിഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് ഇതിൻ്റെ എല്ലാ ഗുണങ്ങളും ശരിക്കും കിട്ടത്തില്ല. ഇനി ഒരുപാട് നരച്ച മുടിയുള്ളവരാണെങ്കിൽ ഈ സമയത്ത് 1 ടേബിൾ സ്പൂൺ കൂടെ ഹെന്ന പൗഡർ ചേർക്കാം. എന്നിട്ട് വീണ്ടും ഇളക്കി കൊടുത്താൽ മതി. ഇനി നിങ്ങളുടെ കയ്യിൽ ഇരുമ്പിൻ്റെ ചട്ടി ഇല്ല എങ്കിൽ അടികട്ടിയുള്ള നല്ല സ്റ്റീലിൻ്റെ പാത്രം എടുക്കാൻ ശ്രദ്ധിക്കുക. നോൺ സ്റ്റിക്കോ അല്ലെങ്കിൽ അലൂമിനിയോ എടുക്കാതിരിക്കുകയായിരിക്കും നല്ലത്. ഇത് നമ്മളിപ്പം തീ കുറച്ചാണ് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഏകദേശം 25 തൊട്ട് 30 മിനിറ്റ് വരെ എടുക്കും ഇതായി വരാനായിട്ട്. ഇപ്പം നമ്മൾ ഇട്ട് കൊടുത്ത കറിവേപ്പിലേക്ക് നല്ല പോലെ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ പാകം. ഇപ്പം അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഞാനിനി ഗ്യാസ് ഓഫ് ചെയ്യാൻ പോവാണ്. ഇത് ഇരുമ്പിൻ്റെ ചട്ടി ആയതുകൊണ്ട് തന്നെ ഗ്യാസ് ഓഫ് ചെയ്താലും ഇതിനകത്ത് വെച്ചിരുന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ പാകം കൂടിപ്പോവും. പിന്നെ എണ്ണയുടെ കളറും മാറിപ്പോവും. കരിഞ്ഞൊരു മണമായിരിക്കും ഇതിന് വരുന്നത്. അതുകൊണ്ട് ഇത് പെട്ടെന്ന് തന്നെ നമ്മൾക്ക് അരിച്ചു മാറ്റണം. ഞാനിവിടെ ഒരു പാത്രം വെച്ച് അതിൻ്റെ മുകളിലോട്ട് ഒരു തോർത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിൽ കൂടിയാണ് ഇത് അരിച്ചെടുക്കുന്നത്. ഈ എണ്ണയുടെ കളർ എന്ന് പറയുന്നത് ഡാർക്ക് പച്ച കളറായിരിക്കും. നമ്മളിതിനകത്ത് ഹെന്ന പൗഡറും ആംല പൗഡറും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് കുറച്ചും കൂടെ കളറുണ്ടായിരിക്കും. ഇനി ഒരുപാട് നരച്ച മുടിയുള്ളവരാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു, എണ്ണ നന്നായി തിളച്ച് വന്നതിന് ശേഷം 1 ടേബിൾ സ്പൂൺ കൂടെ ഹെന്ന പൗഡർ ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മളുടെ എണ്ണയെല്ലാം അരിച്ചു കഴിഞ്ഞു. ഇനി ഇതൊന്ന് പ്രസ് ചെയ്തെടുക്കണം. ഇപ്പം ഇത് നല്ല ചൂടായിരിക്കും, നമ്മൾക്കിത് പ്രസ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാനിത് വേറൊരു പാത്രത്തിനകത്തോട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇതൊന്ന് ചൂടാറി വന്നതിന് ശേഷം ഇതൊന്ന് പ്രസ് ചെയ്തെടുക്കാം. ഇപ്പം ഇത് കുറച്ച് ചൂടാറി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് പ്രസ് ചെയ്ത് മാറ്റുന്നുണ്ട്. ഇനി ഇത് നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കളയേണ്ട ആവശ്യമില്ല. ഇത് നമ്മൾക്ക് ഹെയർ മാസ്ക് പോലെ യൂസ് ചെയ്യാം. ഇതിനകത്ത് നിന്ന് കുറച്ച് എടുത്തതിന് ശേഷം 2 ടേബിൾ സ്പൂൺ തൈരും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. നമ്മളുടെ മുടിക്ക് എത്രയാണോ നീളമുള്ളത് അതനുസരിച്ചിട്ട് കൂട്ടിയിട്ടെടുക്കാം. ഇനി ഇത് ഹെയർ മാസ്ക് പോലെ തലയിൽ തേച്ച് പിടിപ്പിച്ച് കുറച്ച് സമയം കഴിഞ്ഞ് കഴുകിക്കളയാം. ഇനി സൈനസിൻ്റെ ഒക്കെ പ്രോബ്ലം ഉള്ളവരാണെങ്കിൽ ഇത് തേക്കുമ്പോൾ ശ്രദ്ധിക്കുക. ചിലപ്പം കോൾഡ് വരാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ഡോക്ടറെ അടുത്ത് ചോദിച്ചതിന് ശേഷം മാത്രം ഇതൊക്കെ തേക്കുക. ഇപ്പം നമ്മളുടെ എണ്ണ ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇത് നല്ലപോലെ തണുത്ത് വന്നിട്ടുണ്ട്. ഇത് ആഴ്ചയിൽ 3 or 4 പ്രാവശ്യം തേക്കുക. ആദ്യത്തെ ദിവസം 5 മിനിറ്റ് മാത്രം തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഏതെങ്കിലും മൈൽഡ് ഹെർബൽ ഷാമ്പു വെച്ച് കഴുകിക്കളയാം. രണ്ടാമത്തെ ദിവസം തൊട്ട് അരമണിക്കൂർ വരെ തേച്ച് പിടിപ്പിക്കാം. നരച്ച മുടി കറുക്കുന്നതിനും പുതിയ മുടി വളരുന്നതിനും മുടിയുടെ ഉള്ളിൽ നല്ലപോലെ കൂടുന്നതിനും ഒക്കെയും ഇത് നല്ലതാണ്. അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അതിൻ്റെ സൈഡിലുള്ള ബെല്ലേക്കണില്ലേ, ഓൾ എന്നുള്ള ഓപ്ഷനോടെ ക്ലിക്ക് ചെയ്യുക. അപ്പം നെക്സ്റ്റ് ടൈം ഞാൻ വീഡിയോ ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ഈ എണ്ണ ഉണ്ടാക്കി നോക്കി നിങ്ങൾ തേച്ചതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്സ് എല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. നല്ല പോസിറ്റീവ് റിസൾട്ടായിരിക്കും കിട്ടുന്നത്. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്